സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധ പരമമാ ത്രിയേക ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ വൃന്ദങ്ങൾ അണിചേർന്നു പാടും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. പ്യൂർ ആൻഡ് അൺഡിഫൈൽഡ് റിലീജിയൻ, യഥാർത്ഥ ഭക്തി. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്ന് തന്ന ഈ പുതിയ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവാൻ ദൈവമേ, തിരുവചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 27-ാം തിരുവചനം. പിതാവ് ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. പ്യുവർ റിലീജിയൻ ആൻഡ് അൺഡിഫൈൽഡ് ബിഫോർ ഗോഡ് ആൻഡ് ദ ഫാദർ ഈസ് ദിസ്, ടു വിസിറ്റ് ദ ഫാദർലെസ് ആൻഡ് വിഡോസ് ഇൻ ദെയർ അഫ്ലിക്ഷൻ ആൻഡ് ടു കീപ് ഹിംസെൽഫ് അൺസ്പോട്ടഡ് ഫ്രം ദ വേൾഡ്. ആമേൻ. ഒരു യഥാർത്ഥ ഭക്തന്റെ ലക്ഷണങ്ങൾ എന്തെന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭക്തി തന്നെ പല വിധത്തിലുണ്ട്. ഒന്നാമത്തെ ഭക്തി അധരഭക്തി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം തിരുവചനം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മനുഷ്യ കൽപ്പനയത്രേ. ഹൃദയത്തെ ശോധന ചെയ്ത് അറിയുന്ന ഒരേ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ, കർത്താവ് യേശു. ആ കർത്താവ് യേശു യെശയ്യാ പ്രവാചകങ്ങളിലൂടെ നമ്മളോട് സംസാരിച്ച തിരുവചന ഭാഗമാണ് പ്രഭാതത്തിൽ നമ്മൾ കേട്ടത്. അധരഭക്തിയാണ് 95% ഈശ്വരവിശ്വാസി എന്ന് പറയുന്നവനുള്ളത്. വളരെ വ്യക്തമാണ്. വായ് കൊണ്ട് ഏറ്റു പറയും, വായ് കൊണ്ട് സ്തുതിക്കും, പക്ഷെ ഹൃദയം കർത്താവിലല്ല. അത് പാരമ്പര്യമായി കിട്ടിയ ഒരു അധരഭക്തിയാണ്. രണ്ടാമത്തെ ഭക്തി വ്യർത്ഥഭക്തി. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാനിടാതെ
തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. കർത്താവെ കർത്താവെന്ന് വിളിക്കുകയും ചെയ്യും. ആ കർത്താവിൻ്റെ ചായൽ സൃഷ്ടിക്കപ്പെട്ട സഹോദരനെയും സഹോദരിയെയും ശപിക്കുന്ന വ്യർത്ഥഭക്തിക്കാർ അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. സ്തോത്രം പറയുകയും അതേ നാവുകൊണ്ട് സഹോദരനെയും സഹോദരിയും ശപിക്കുന്നവരുണ്ട്. ഏത് ഭക്തിയാ ഉള്ളത്? വ്യർത്ഥഭക്തിയാണോ? മൂന്നാമത്തെ ഭക്തി വേഷഭക്തി. 2 തിമോത്തിയോസ് 3:5 ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ദൈവം തരാത്ത, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്ത പല ഭക്തിവേഷങ്ങൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. വേഷധാരികളാണ് പലരും. ആന്തരിക ശക്തി കെടുത്തിക്കളയുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഈ വേഷഭക്തിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നല്ലൊരു ശതമാനം ഈ വേഷഭക്തിക്കാരാണ്. പുറമേ നോക്കുമ്പം എല്ലാവരും ഭയങ്കര വേഷഭക്തിക്കാരാണ്, അല്ലേ? വ്യത്യസ്തമായ തരത്തിലുള്ള വേഷങ്ങളാണ്. സ്തോത്രം. കർത്താവിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഒരു ഡ്രസ്സായിരുന്നു. പക്ഷേ അവൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന വേഷഭക്തിക്കാരുടെ വേഷം, സ്തോത്രം, അതൊക്കെ കാണുമ്പോൾ മനുഷ്യരുടെ വിചാരം ഇവരാണ് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്നവരെന്ന്. കർത്താവ് തിരുവചനത്തിലൂടെ പറയുകയാണ്, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയാനാ പറഞ്ഞത്. സ്തോത്രം. ഒരു ഡ്രസ് കോഡ് ധരിക്കുന്നത് അതിൽ തന്നെ തെറ്റില്ല. പക്ഷേ അതൊരു മുതലെടുപ്പിന് വേണ്ടിയാണെങ്കിൽ, സ്തോത്രം, ബാഹ്യമായ ഒരു വേഷമല്ല ഒരുത്തൻ്റെ അഭിഷേകം. മനുഷ്യത്വത്തോടുള്ള പെരുമാറ്റമാണ് ഒരുത്തൻ്റെ അഭിഷേകമെന്ന് പറയുന്നത്. യഥാർത്ഥ ഭക്തന്റെ ലക്ഷണങ്ങൾ ഏവയൊന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 1, ദൈവത്തിൻ്റെ മുൻപാകെ ജീവിക്കുന്നവൻ. ഒരു യഥാർത്ഥ ഭക്തൻ എപ്പോഴും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ദൈവത്തോട് കൂടെ വസിക്കുന്നവനായിരിക്കും. അല്ലാത്തത് കപടഭക്തിയാണ്. കർത്താവ് പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കപടഭക്തിക്കാരെ നിങ്ങൾക്ക് നാശം, കപടഭക്തിക്കാരെ. അവർ വെള്ളതേച്ച ശവക്കല്ലറയോട് തുല്യമെന്ന് കർത്താവ് പറഞ്ഞു. മിസ്രൈമിൽ പൊത്തിഫറിന്റെ വീട്ടിൽ താമസിച്ച ദൈവഭക്തനായ ജോസഫ് വസ്ത്രം ദൂരെ എറിഞ്ഞ് പാപത്തിൽ നിന്ന് ഓടിയകന്നു. കാരണം ജോസഫ് ദൈവത്തിന്റെ മുൻപിൽ ജീവിക്കുന്നവനായിരുന്നു. നമ്മുടെ നിരൂപണങ്ങൾ പോലും ദൂരത്തു നിന്ന് ഗ്രഹിക്കുവാൻ കഴിവുള്ളവനായ ദൈവം എപ്പോഴും നമ്മെ കാണുന്നു. പവർക്കെട്ടില്ലാത്ത ഒരു ഓട്ടോ സ്പോട്ടിംഗ് സ്വർഗത്തിൽ നിന്ന് എല്ലാവരെയും പിന്തുടരുന്നുണ്ട്. 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനകാരൻ പറയുന്നത്, ഞാൻ എവിടെ പോകും, ഞാൻ എവിടെ പോയി ഒളിച്ചാലും നിന്റെ സാന്നിധ്യം എന്നെ പിന്തുടരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, സ്വയം നിയന്ത്രിക്കുന്നവനായിരിക്കും. ഒരു ഭക്തൻ എപ്പോഴും തന്നെ നിയന്ത്രിക്കുന്നവനായിരിക്കും. അവൻ തൻ്റെ നാവിനെ നിയന്ത്രിക്കും. സഭാപ്രസംഗിയുടെ പുസ്തകം 5:2 അതിവേഗത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും അല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. സ്വയം നിയന്ത്രിക്കുന്നവൻ്റെ പ്രത്യേകത വചനത്തിൽ വരച്ചു വെച്ചത് പരിശുദ്ധാത്മാവ് ഇന്ന് ഒന്നുകൂടി വെളിപ്പെടുത്തുകയാണ്. അതിവേഗത്തിലൊന്നും പറയരുത് കേട്ടാ. ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് തിങ്ക് ട്വൈസ്, 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ. കാരണം പറയുന്ന വാക്കും എയ്യുന്നാമ്പും തിരിച്ചെടുക്കാൻ പറ്റില്ല. നാവ് എപ്പോഴും സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ ആയിരിക്കട്ടെ. ദോഷത്തിന് ദോഷം പറയാതെയും ശകാരത്തിന് ശകാരം പറയാതെയും മിണ്ടാതിരുന്ന് ദൈവം ആരാണെന്ന് അറിയുക. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നത്. പക്ഷെ നമുക്ക് 1:9 പറഞ്ഞാലേ നമുക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ, അല്ലേ? എന്നെ കേൾക്കുന്നവരിൽ പലരും ഈ ഒരു സ്വഭാവക്കാരായിരിക്കാം. ബട്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഈ സ്വഭാവമായിട്ട് മുന്നോട്ട് പോയാൽ എത്തേണ്ട സ്ഥലത്തെത്തില്ല. ഭവനത്തിലും സഭയിലും സമൂഹത്തിലും പ്രയോജനമില്ലാത്ത വാക്കുകൾ ഉച്ചരിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഇയ്യോബിന്റെ പുസ്തകം 15:3-4 അവൻ പ്രയോജനമില്ലാത്ത വാക്കുകളാലും ഉപകാരമില്ലാത്ത മൊഴികളാലും തർക്കിക്കുമോ? നീ ഭക്തി പിടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം മുടക്കിക്കളയുന്നു. മൂന്നാമത്തെ പ്രത്യേകത, അനാഥരെയും വിധവമാരെയും കരുതുന്നവൻ. കർത്താവിൻ്റെ സ്വഭാവങ്ങളിൽ ശ്രേഷ്ഠമായ സ്വഭാവമാണ് മനസ്സലിവ്. പല സന്ദർഭത്തിലും
കർത്താവിൻ്റെ മനസ്സലിഞ്ഞതായി നാം വായിക്കുന്നു. ശമരിയാക്കാരൻ്റെ ഉപമ കർത്താവ് പറഞ്ഞു, പുരോഹിതനും ലേവ്യനും എനിക്കുള്ളതെല്ലാം എൻ്റേത് മാത്രമെന്ന് ചിന്തിച്ചു. കള്ളൻ അവരനുള്ളത് എൻ്റേതാണെന്ന് ചിന്തിച്ച് അതിനെ ആക്രമത്തിലൂടെ പിടിച്ചു വാങ്ങുവാൻ ശ്രമിക്കുന്നു. എന്നാൽ നല്ല ശമരിയക്കാരൻ എനിക്കുള്ളതെല്ലാം നിനക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചു. അതാണ് യഥാർത്ഥ ഭക്തി. സ്തോത്രം. ഭക്തിയുടെ പേരും പറഞ്ഞ അന്യൻ്റെ ഒന്നും പിടിച്ചു പറിക്കരുത്, അടിച്ചു മാറ്റരുത്, തട്ടിച്ചെടുക്കുകയും ചെയ്യരുത്. ആത്മീയ ഗോളത്തിൽ ചതിയും വഞ്ചനയും ഏറിക്കൊണ്ടിരിക്കുകയാണ് ഭക്തിയുടെ വേഷത്തിൽ. ഭക്തിയുടെ കാര്യം പറഞ്ഞു. നാലാമത്തെ പ്രത്യേകത, ലോകത്താലുള്ള കളങ്കം പറ്റാതെ കാക്കുന്നവൻ. ദുഷ്ടതയും കളങ്കവും നിറഞ്ഞതാണ് ഈ ലോകം. വല്ല സംശയമുണ്ട്? സാത്താൻ നമ്മെ വീഴ്ത്തുവാൻ അനേക തന്ത്രങ്ങൾ മെനയും. നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. അതിന് നാം ദൈവത്തിൽ നിന്ന് ജനിക്കണം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് ജീവിക്കുന്നത്. ചതിയും വഞ്ചനയും നിറഞ്ഞ ഒരു ലോകത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ എപ്രകാരം ജീവിക്കണം? 1 യോഹന്നാൻ 5:18, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഹല്ലേലൂയ. കാരണം എന്താ? ദൈവത്തിൻ്റെ മക്കൾക്ക് സ്വർഗത്തിൻ്റെ ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി കർത്താവ് തന്നിട്ടുണ്ട്. സ്വർഗീയ ദൂതന്മാരുടെ ഒരു സെക്യൂരിറ്റി. 1 തിമോത്തി 4:16, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്ക്. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഹല്ലേലൂയ. ഏറ്റവും വലിയ പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാക്ഷ്യമാണ്. എന്ന് പ്രസംഗകരെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. പക്ഷെ ജീവിത സാക്ഷ്യമുള്ള വ്യക്തികൾ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. ഉദര സുവിശേഷകരാണ് ഇന്ന് കൂടുതലും. സാക്ഷ്യമില്ലാത്ത പ്രസംഗകരാണ്. സാത്താൻ നമ്മെക്കുറിച്ച് അപവാദം പറയാതിരിക്കാൻ വാക്കിലും പ്രവൃത്തിയിലും മാതൃകയായിരിക്കണം. അല്ലെ, മോഷ്ടിക്കരുതെന്ന് പറയുന്നവൻ തന്നെ മോഷ്ടിച്ചാൽ എന്താ ചെയ്യുക? 5-ാമത്തെ പ്രത്യേകത, നിത്യത പ്രത്യാശിക്കുന്നവൻ. ഒരു യഥാർത്ഥ ഭക്തന്റെ ലക്ഷ്യം നിത്യതയെ അവകാശമാക്കുക എന്നത് മാത്രമാണ്. ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ദാറ്റ് വി റിസീവ് ഫ്രം ഗാഡ് ഈസ് അവർ ഇറ്റേണൽ ലൈഫ്. യഥാർത്ഥത്തിലുള്ള അനുഗ്രഹമെന്ന് പറയുന്നത്, പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ നാം സമ്പാദിക്കുന്ന നിത്യതയാണ്. അതിവിടെ വെച്ച് തന്നെ, മരിച്ചതിന് ശേഷമല്ല. ഒരു യഥാർത്ഥ ഭക്തന്റെ ലക്ഷ്യം നിത്യതയെ അവകാശമാക്കുക എന്നതാണ്. നൊടിനേരത്തേക്കുള്ള കഷ്ടങ്ങളെ അവർ സാരമുള്ളതായി കാണുകയില്ല. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ നോക്കി പാർക്കുന്നവരാണവർ. അപ്രകാരം ഒരു കാഴ്ചപ്പാട് വിശുദ്ധ പൗലോസിന് ഉണ്ടായത് കൊണ്ടാണ് കാണുന്നതിനല്ല, കാണാത്തതിനെയാണ് ഞങ്ങൾ നോക്കി പാർക്കുന്നത്. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം നിത്യം നിത്യം. വിശുദ്ധ പൗലോസിന്റെ കാഴ്ചപ്പാടാത്. മനുഷ്യനിർമ്മിതമല്ലാത്ത ദൈവത്തിന്റെ കരത്താൽ പണിയപ്പെട്ട ഒരു ഭവനം സ്വർഗത്തിലുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഉണ്ടായിരിക്കുമെന്നല്ല, ഉണ്ട്. അപ്പോഴത് ഭൂമിയിലായിരുന്നപ്പോഴേ വിശുദ്ധന്റെ ഉള്ളിൽ ആ ഒരു സ്വർഗീയ ദർശനം ഉണ്ടായിരുന്നു. അബ്രഹാം ദൂരത്ത് നിന്ന് വാഗ്ദത്ത ഭൂമി കണ്ടു. കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയാൻ നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. സ്തോത്രം. ഇന്ന് പലരും ഈ ഭൂമിയിൽ എന്തെല്ലാം വെട്ടിപ്പിടിക്കാമോ, ഏതെല്ലാം രാജ്യങ്ങൾ കൈയടക്കാമോ, സ്തോത്രം, നാട്ടിലുള്ള കോടീശ്വരന്മാരെക്കാൾ അതിൻ്റെ മുകളിൽ കയറി ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു തന്ത്രപ്പാടിലാണ്. അതിന് തൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തിനെ ഇളക്കി മറിക്കുകയാണ്. എൻ്റെ പൊന്നു സഹോദര, ആദ്യം മര്യാദ കൊന്നിരിക്കുക. സ്തോത്രം. ആരോ പറഞ്ഞ പോലെ ഒന്ന് നിലത്ത് നിർത്തിയിട്ട് വേണമല്ലോ 2 ഇടി ഇടിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിൽക്കാൻ പഠിക്കും, ദൈവത്തിൽ ആശ്രയിക്കും. ദൈവം മാത്രമാണ് നമ്മുടെ എല്ലാം എല്ലാം എല്ലാം. നാം ഇവിടെ പരദേശികൾ മാത്രം. ഓർമ്മ വേണം, നമ്മുടെ വാസസ്ഥലം സ്വർഗമാകുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലത്രേ. അവിടെ നിന്ന് നമ്മുടെ മണവാളൻ വരും, കർത്താവായ യേശുക്രിസ്തു വരും മണവാട്ടിയായി നമ്മെ ചേർക്കുവാൻ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾ കർത്താവിൻ്റെ മണവാട്ടിയാണോ? വെണ്മയുള്ള വസ്ത്രമാണിയാം, ലോകത്താലുള്ള കളങ്കം പറ്റാതെ സൂക്ഷിക്കാം, ദൈവത്തിന് വേണ്ടി പാനീയയാഗം ആകാം, നല്ല പോർ പൊരുതി ഓട്ടം തികയ്ക്കാം, വിശ്വാസം കാക്കാം, നീതിയുടെ കിരീടം സ്വന്തമാക്കാം. ഹല്ലേലൂയ. ഈ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഒരു പ്രഭാതം കൂടി
ഞങ്ങൾക്കായി അവിടുന്ന് തന്നതിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ചത് കൊണ്ട് ആരോഗ്യത്തോടെ വീണ്ടും തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവിടെ ഞങ്ങളെ ആകർഷിച്ചടുപ്പിച്ചതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ കരങ്ങൾ തരുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിൽ നിഷിദ്ധമായിരിക്കുന്ന സ്വർഗീയ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അവിടുത്തെ വചനപ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ആഗ്രഹത്തിനൊത്തവണ്ണം ഉയരാൻ സാധിക്കാതെ കണ്ട് ആരെങ്കിലും നിരാശപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൽ നാം നിരാശ മാറി നിത്യതയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിൽ സന്തോഷിക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെയും ഞങ്ങളുടെ തോട്ടങ്ങളെയും ഞങ്ങളുടെ ഓഫീസുകളെയും ഞങ്ങളുടെ ബിസിനസ്സിനെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. അത് വർദ്ധിപ്പിച്ച് തരുന്നതിനായി സ്തോത്രം. അതിരുകളെ വിശാലമാക്കുന്നതിനായി നന്ദി. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ഞങ്ങളുടെ കൂട്ടുവിശുദ്ധരെ ഈ സമയത്തോർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. യഥാർത്ഥ ഭക്തരായി ജീവിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് ഇരിക്കുവാൻ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം. ഹല്ലേലൂയ. നിത്യതയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരായി ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ടൊരു രാജ്യമായി മാറട്ടെ. ഹല്ലേലൂയ. പ്രകൃതിക്ഷോഭത്താൽ പ്രയാസപ്പെടുന്ന അനേക മക്കൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങളിൽ പ്രകൃതിയിൽ സംഭവിച്ച പ്രകൃതിക്ഷോഭത്താൽ അനേക മക്കൾക്ക് നഷ്ടപ്പെട്ട ഭവനങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ജീവനുണ്ട്, വസ്തുവകകളുണ്ട്. എല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവിടുന്ന് സ്തോത്രം. പ്രകൃതിയുടെ മേൽ നിയന്ത്രണം അങ്ങേക്ക് മാത്രമാണല്ലോ. നഷ്ടമായത് യേശുവിൻ്റെ നാമത്തിൽ മക്കൾക്ക് തിരികെ ലഭിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യുദ്ധത്തിൻ്റെ കെടുതിയിൽ വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിരപരാധികളായ കുഞ്ഞുങ്ങളെ ഈ ലോകത്തുനിന്ന് യുദ്ധത്തിൽ മനുഷ്യൻ്റെ ക്രൂരമായ ഇടപെടൽ മൂലം അനേക കുഞ്ഞുങ്ങൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടല്ലോ. അവരെക്കുറിച്ച് സങ്കടപ്പെടുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശ്വാസത്തിൻ്റെ കരം മക്കളുടെ മേൽ വയ്ക്കണമേ കർത്താവേ. ദൈവമേ, ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആഫ്രിക്കൻ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രായേൽ കർത്താവേ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പെരുകി വരുന്നൊരു കാലഘട്ടത്തിൽ ആയിരിക്കുമ്പോൾ അവിടെയുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ മക്കളോട് കരുണ തോന്നണമേ കർത്താവേ. നിൻ്റെ മക്കളോട്, ആ ദേശത്തുള്ള ക്രിസ്തീയ മക്കളോട് വിരോധം വെച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ അവിടുന്ന് ഇടപെടണമേ. അവർക്ക് മാനസാന്തരം കൊടുക്കണമേ കർത്താവേ. ഓ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്കൂളും കോളേജിലും പഠിക്കുന്ന ഞങ്ങളെ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും തിരുസാന്നിധ്യം നൽകി മക്കളെ അനുഗ്രഹിക്കണമേ. ഒരു ദുഷ്ടനും ഈ കാലഘട്ടത്തിൻ്റെ ശക്തി തൊടാതെ മക്കളെ പൂർണ്ണ ആരോഗ്യത്തോടെ കാത്തുകൊള്ളണമേ കർത്താവേ. നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് എപ്പോഴും ഉത്തരം തരുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സർവചരാചര സൃഷ്ടാവാം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവം ഭരിക്കും കർത്താവാം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അത്യുന്നതനാ സ്വർഗീയരാജൻ പരിശുദ്ധൻ,
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ.